മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്തയാണ് നമുക്ക് നിലവിൽ വരുന്നത്. അത്തരം വാർത്തകളുടെ കൂടി സ്ഥിരീകരണം കൂടി എത്തേണ്ടതുണ്ട്. മുൻകൂർ നൽകിയിട്ടുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ, രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ കോടതി തള്ളി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. നിർണായകമായ തീരുമാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലെ. അദ്ദേഹം മറ്റേ കോടതി മുഖേന മൂവിയായി നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫോൺ ഓഫ് ആയിരുന്നു, ഇതിനായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. കാരണം ഏത് നിമിഷം ചിലപ്പോൾ അദ്ദേഹം കീഴടങ്ങാൻ വേണ്ടിയായിരിക്കും. അദ്ദേഹം ഇത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന സാധനം ഓടി ഒളിക്കാനുള്ള ആളല്ല. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു നമ്മുടെ ഇലക്ഷനെ കുറിച്ച്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ആൾക്കാർ, അതായത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും മാനത്തിനും വില നൽകുന്ന ആൾക്കാരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നമ്മൾ കാലാകാലങ്ങളായിട്ട് എന്തോ ഒരു ബാധ്യത പോലെ അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പലർക്കും വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ബാധ്യത തീർക്കാനുള്ള സാധനമല്ല, മാറ്റി ചെയ്യാനും പരിഷ്കരിക്കാനും നവീകരിക്കാനും വേണ്ടിയിട്ടാണ് ഇലക്ഷൻ നടത്തുന്നത്. ഇനിയെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അത്ര ശുദ്ധമുള്ളവരായിരിക്കണം. കാരണം ആ സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ ആ സ്ത്രീയെ മോശമായിട്ട് കാണിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ശരിക്കും ആ സ്ത്രീയെ നോക്കണ്ട. ഇനി വരുന്ന സ്ത്രീക്ക് അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത് മൊത്തം. അത് മനസ്സിലാകുന്നില്ല. രാഹുൽ ഈശ്വരപ്പുള്ളവരുള്ളവർ ആ സ്ത്രീയെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഥകൾ, അത് നമ്മൾ അറിയണ്ട. പരാതി കൊടുത്തതിന് സത്യം ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. എന്നാൽ ഇനിയെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് അർഹരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുക.